എല്ലാവർക്കും ഇന്ത്യൻ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ശരീരത്തിന് വളരെ നല്ലതും അതേപോലെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ഒരു ഡ്രിങ്ക് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്, മിന്റ് ലൈം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്നെ വെച്ച് ഇവൻ ആരും നിസാരക്കാരനെന്ന് കരുതണ്ട കേട്ടോ. നമ്മൾ ഇന്ന് 4 രീതിയിലാണ് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോകുന്നത്. 2 ഗ്ലാസ് ജ്യൂസിന് 1 ലൈം, 1 കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, പിന്നെ നമ്മുടെ മിന്റ്, ഷുഗർ, സോൾട്ട്. ക്ലീൻ ചെയ്ത ഇഞ്ചി ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് അധികം ചെറുതാക്കണ്ട, നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ്. ഇഞ്ചിയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും ഹെൽത്തിയാണ്. ഡൈജഷൻ ആയാലും ഇമ്മ്യൂണിറ്റിക്ക് ആയാലും ഫോർ എവറിത്തിങ്. ലൈം സ്ക്വീസ് ചെയ്തെടുക്കാം. വൈറ്റമിൻ സിയുടെ കൂടാരമാണ് നമ്മുടെ ഇത്തിരി കുഞ്ഞൻ ലൈം. പതിവായി ലൈം കഴിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ കൂട്ടും. കുരു വലുത് വീണിട്ടുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റണം. എരിവ് നോക്കിയിട്ട് വേണം മുളകെടുക്കാൻ. ഇവിടെ ഞാൻ 3-1 എടുക്കണുള്ളൂ. ഒരു ചെറിയ എരിവ് നമ്മുടെ ഡ്രിങ്കിന് വേണ്ടു. നമുക്കിനി ഇൻഗ്രീഡിയൻസ് ഒക്കെ ജാറിലേക്ക് മാറ്റാം. ഇഞ്ചി, പച്ചമുളക്, നമ്മുടെ മിന്റ് ലീഫ്, 1 പിടി മിന്റ് ലീവ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യണേ. ലൈം ജ്യൂസ്, ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അതുപോലെ ഒരു പിഞ്ച് സോൾട്ട്. ഇതേ കണ്ട ഏകദേശം ഇത്ര. ഇനി ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, ഒരു പീസ് ഏലക്കായ. തീരെ കുറച്ച് വെള്ളത്തിൽ ഞാൻ അത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ സ്ട്രെയിൻ ചെയ്യാം. ഇനി നമ്മൾ കാണാൻ പോണ 4 സ്റ്റെപ്പിന് ഇതേപോലെ ഓരോ റെസിപ്പി വെച്ച് ചെയ്യണം. അപ്പം നമ്മുടെ സ്റ്റെപ്പ് 1, കുറച്ച് ഐസ് ഇട്ടിട്ട് ഇതിലെ പകുതി നമ്മളതിലേക്ക് ഒഴിച്ചു. ബാക്കി നമ്മൾ വെള്ളമൊഴിച്ചു. നല്ല തത്തമ്മ പച്ച കളറിലെ ഡ്രിങ്ക് റെഡി. ഇനി സ്റ്റെപ്പ് 2, അതേപോലെ തന്നെ നമ്മൾ ഗ്ലാസ് സെറ്റ് ചെയ്തു. വെള്ളത്തിൻ്റെ പകരം നമ്മളിവിടെ സോഡ ഒഴിച്ചു കൊടുക്കും. നല്ല ചൂടത്തിന്ന് വീട്ടിലെത്തുമ്പോൾ ഇതുപോലെ നല്ല തണുത്ത ഡ്രിങ്ക് കുടിക്കുന്ന ആ ഒരു ആശ്വാസം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് നമുക്ക് കുടിക്കാൻ. ഇനി വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ടെങ്കിലോ, ഗാർണിഷായിട്ട് നമുക്ക് 2 പീസ് ലൈമും 1 പീസ് മിൻറ്റും പിന്നെ കുറച്ച് ഐസും കൂടി ഇട്ടിട്ട് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല പ്രസൻറ്റേഷൻ ആയിരിക്കും. ഇതിങ്ങനെ കാണാൻ നല്ല രസമല്ലേ? പക്ഷെ ഇതെല്ലാം പ്രാവശ്യം ഉണ്ടാക്കാൻ ഇച്ചിരി സമയമെടുക്കും. ഇപ്പോൾ ജോലിക്കൊക്കെ പോണവരാണെങ്കിൽ ഇത് എപ്പോഴും ഉണ്ടാക്കി കുടിക്കാൻ പറ്റൂല. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം. അതാണ് സ്റ്റെപ്പ് 3. ആ സോഡയുടെ ബബിൾസ് ഒക്കെ കാണുന്ന എന്ത് രസമല്ലേ? ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇതിൻ്റെ മിൻറ്റിൻ്റെ കളറും മാറും, അതേപോലെ ഫ്ലേവറും മാറും. പക്ഷെ എപ്പോൾ വേണമെങ്കിലും റെഡിമെയ്ഡ് ആയിട്ട് കുടിക്കാൻ ഒരു സൂത്രപ്പണിയുണ്ട്. ഇങ്ങനെ ഒരു ട്രെയിൽ ഒഴിച്ചിട്ട് ഐസാക്കി വെച്ചിരുന്നാൽ മതി. ഇത് സെറ്റാവാൻ ഒരു 3 മണിക്കൂർ എടുക്കും. അത് കഴിയുമ്പോൾ നമുക്കിതിനൊരു അടുപ്പുള്ള പ്ലാസ്റ്റിക് ജാറിലേക്ക് മാറ്റിയിട്ട് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാം. ഐസ് ട്രെയിൽ ഒഴിക്കുമ്പോൾ താഴെ വീഴാതെ സൂക്ഷിച്ചാൽ പിന്നെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നമുക്കിത് ഫ്രീസറിലേക്ക് മാറ്റാം, എന്നിട്ട് നോക്കാം. അപ്പോൾ റെഡിമെയ്ഡ് മിന്റ് ലൈം റെഡി. ഇത് നമുക്ക് ഒരു 4 പീസ് എടുത്ത് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ഗസ്റ്റ് വരുമ്പോൾ 1 മിനിറ്റിൽ ഇതുപോലെ ഒരു അടിപൊളി ഡ്രിങ്കായിട്ട് അവരുടെ മുമ്പിൽ ചെല്ലി നിൽക്കുന്ന ഒരവസ്ഥ. ഒരു ഡ്രിങ്കിന് ഒരു 4 ക്യൂബ്, 2 പീസ് ലൈമും, ഒരു മിന്റ് ലീഫും, പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇങ്ങനെ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കി വെച്ചാൽ ഒരു 2 ആഴ്ചയൊക്കെ സുഖമായിട്ട് ഫ്രീസറിലിരുന്നോളും. ഇങ്ങനെ ക്യൂബ്സ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കാം. നല്ല ചൂടുള്ള ഒരു ദിവസം ഇങ്ങനെ ഒരു ഡ്രിങ്ക് എടുത്ത് അതിലേക്കൊരു സ്ട്രോ ഇട്ട് അതൊക്കെ ഇളക്കി കുടിച്ചിരിക്കുമ്പോൾ എന്ത് രസമായിരിക്കും. ഇനി ഈ ടെക്നിക്ക് നിങ്ങൾക്ക് ആർക്കും കാണിക്കണ്ടെങ്കിൽ അതിനും പണിയുണ്ട്. അതാണ് സ്റ്റെപ്പ് 4. ഒരു 4 ക്യൂബ്സും 1 ഗ്ലാസ് വെള്ളവും മിക്സിയിലിട്ടിട്ട് ഒരു സർന്നൊരടി ഉള്ളു തണുപ്പിക്കുന്ന മിന്റ് ലെമണേഡ് റെഡി. അപ്പം 4 ടൈപ്പ് ഡ്രിങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. സബ്സ്ക്രൈബ് ചെയ്തോ? ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ചെയ്യണം കേട്ടോ.